ചേട്ടാ, എങ്ങനെയുണ്ട് ഈ നേമം ഭാഗത്ത്? എങ്ങനെയാണ്? ചിലയിടങ്ങളിൽ മാത്രമല്ല, ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വെള്ളം എത്തിയിട്ടില്ല, ഭൂരിപക്ഷം പ്രദേശങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല. രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നമ്മുടെ പ്രദേശത്ത് നേരിടുന്നത്. 250ഓളം കുടുംബങ്ങളാണ് നമുക്കിവിടെ ഈ അസോസിയേഷൻ പരിധിയിലുള്ളത്. രൂക്ഷമായ ഇന്ന് 5 ദിവസം, ഇന്ന് 5ാം ദിവസമാണ്. ഇന്നലെ രാത്രിയോടെ എത്തുമെന്ന് പറഞ്ഞ മേയറുടെ തീരുമാനം തെറ്റായിരുന്നു. വെള്ളം എത്തിയിട്ടില്ല പൂർണ്ണമായി ഒരു സ്ഥലത്തും. ഞാനിപ്പോൾ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ടു. ഒരു സ്ഥലത്തും വെള്ളം എത്തിയിട്ടില്ല. ഈ മേഖലയെന്ന് പറയുന്നത് ഏറ്റവും രൂക്ഷമാണെന്ന് പറയുന്നത് ഈ നല്ലാണിക്കൽ മേഖല. പാവങ്ങൾ താമസിക്കുന്ന ഒരു ചേരി പ്രദേശമാണ്, വയല് നികത്തിയിടമാണ്. അവിടെ കിണർ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല. പൂർണ്ണമായി നമ്മുടെ ഏരിയയിൽ വളരെ പരാതിയാണ്. വെള്ളം ഇന്ന് 5ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഈ പറയുന്ന ഇന്നലെ രാത്രി വന്ന പ്രഖ്യാപനങ്ങൾ നമ്മുടെ പ്രദേശത്ത് യാഥാർത്ഥ്യമായിട്ടില്ല. രൂക്ഷമാണ്, അതിരൂക്ഷമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ കൗൺസിലറെ അല്ലെങ്കിൽ മേയറെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട ആൾക്കാരുമായി, കൗൺസിലറും അതേപോലെ തന്നെ മേയറും ഈ വാട്ടർ അതോറിറ്റിയും ഒക്കെയായി നിരന്തരം ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നെത്തും, ഉടനെ വരും, ഉടനെ സംവിധാനമുണ്ടാകും, കുടിവെള്ളം വണ്ടിയിൽ എത്തിച്ചു തരും എന്നുള്ള കാര്യങ്ങൾ പറയുന്നതല്ലാതെ അതിൻ്റെ നടപടിക്രമത്തിലേക്കൊന്നും ഇതുവരെയും പോയിട്ടില്ല. നമുക്ക് ടാങ്കറിൽ ഇവിടെ വെള്ളം എത്തിച്ചു തന്നിട്ടില്ല. നമ്മുടെ പ്രദേശത്ത് ടാങ്കറിലും വെള്ളം എത്തിച്ചിട്ടില്ല ഈ ദിവസങ്ങളിൽ, ഒരു ഘട്ടത്തിലും എത്തിയിട്ടില്ല. ഈ മേഖലയിൽ വെള്ളമേ എത്തിയിട്ടില്ല. ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു. നമ്മൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു, നഗരസഭയുമായി ബന്ധപ്പെട്ടു, അതേപോലെ കൗൺസിലറുമായി ബന്ധപ്പെട്ടു. നമ്മുടെ പ്രദേശത്ത് വെള്ളമേ എത്തിയിട്ടില്ല. മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ 40ഓളം വാഹനങ്ങൾ തന്നെ ഇത് നഗരസഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 44 വാർഡുകളിൽ ജലക്ഷാമം രൂക്ഷമായപ്പോൾ 40ഓളം വാഹനങ്ങൾ, അതിന് പുറമെ കൊച്ചിയിൽ നിന്ന് 10 വാഹനങ്ങൾ കൂടി കൊണ്ടുവരുമെന്നാണ് മേയർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 4 ദിവസങ്ങൾ, ഇന്ന് 5ാമത്തെ ദിവസം പുലർച്ചെ എത്തിയിരിക്കുന്നു. ഈ ദിവസങ്ങളിലടക്കം ഒരു വാട്ടർ ടാങ്കും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണോ? ഞാൻ ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 250 വീടുകളുണ്ട്. നമ്മുടെ മേഖലയെന്ന് പറയുന്ന ഏറ്റവും വലിയ മേഖല പോലീസ് ക്വാർട്ടേഴ്സ്, നല്ലാണിക്കൽ, ചരിതാണിക്കൽ, പിന്നെ ശിവക്ഷേത്ര റോഡ്, ഈ 4 മേഖലയും വരുന്നതാണ് നമ്മുടെ അസോസിയേഷൻ പരിധി. ഈ 4 മേഖലയിലും രൂക്ഷത മനസ്സിലാക്കിക്കൊണ്ട് ഭൂരിപക്ഷം ആളുകളും വാട്ടർ അതോറിറ്റിയും പൈപ്പും ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ മേഖലയിലെ എല്ലാ ആളുകളും നിരന്തരം ആദ്യം അവർ ആവശ്യപ്പെടുന്ന അസോസിയേഷനോടാണ്. ഈ അസോസിയേഷൻ നമ്മൾ നിരന്തരം ഇവരോടെല്ലാം പറഞ്ഞിട്ട് ഒരു ലോഡ് വെള്ളം പോലും നമ്മുടെ പ്രദേശത്ത് എത്തിയിട്ടില്ല.